അപ്പോൾ ഗൈസ്, ഇതൊരു മസ്ജിദാണ്, ചെറിയൊരു മസ്ജിദ്. ഒന്ന് ഒരു 10 പേർക്ക് നിസ്കരിക്കാൻ പറ്റുന്നൊരു മസ്ജിദാണ്. ഇതിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ അതറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഇങ്ങനൊരു ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന്. കണ്ട, ഇത് ദൂർക്കുന്ന സ്ഥലം. എങ്ങനെയുണ്ട്? ചെറിയൊരു മസ്ജിദ്. ഇത് ഭയങ്കര അത്ഭുതമുള്ള സംഭവമാണ്. നിങ്ങൾ പറയും എന്താണ് അത്ഭുതം? അത് ഞാൻ പുറത്ത് പോയിട്ട് കാണിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഈ അത്ഭുതം. ഇതൊരു താബൂക്കോ അല്ലെങ്കിൽ കല്ല് കെട്ടിയിട്ട് ഉയർത്തിയ ഒരു ബിൽഡിങ്ങോ ഒന്നല്ല. ഇതിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാലാണ് ഇതിൻ്റെ രസം കാണാൻ നിങ്ങൾ. അപ്പം ഞാൻ പുറത്ത് പോയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ അത്ഭുതം. കണ്ട, ഇത് കണ്ടെയ്നറാണ്. നമ്മൾ വിദേശ രാജ്യങ്ങൾക്കൊക്കെ സാധനം കയറ്റി അയക്കുന്ന ഒരു കണ്ടെയ്നറാണ് പള്ളിയും അതേപോലെ ഒരു ബാത്റൂമും ആക്കിയിട്ടുള്ളത്. അതൊരു ടോയ്ലറ്റാണ്. കണ്ടാ, ഇത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. കണ്ടാ, കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് ഈ പള്ളിയും ടോയ്ലറ്റും ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ ലേഡീസിനും അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ, ഇത് ലേഡീസിനുള്ളതാണ്. ഇതേ സെയിം രൂപത്തിൽ തന്നെ അവിടെയും 2 കണ്ടെയ്നർ. കണ്ടാ, ഇത് വലിയൊരു മീറ്റിംഗ് ഹാളാണിത്. ഇതൊരു കണ്ടെയ്നർ തന്നെയാണ്. കണ്ട, ഇതൊരു മീറ്റിംഗ് ഹാളാണ്. ഇതും 2 കണ്ടെയ്നർ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. കണ്ട, എന്ത് രസമായിട്ടുള്ള വർക്കാണ്. അപ്പം നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിലും ഇതേപോലൊക്കെ ചെയ്യാം എന്ന് മനസ്സിലായിക്കോളി. അപ്പോൾ ഇതേപോലെ റേറ്റ് കുറവിന് നമുക്ക് കണ്ടെയ്നറൊക്കെ കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെയുള്ള ഇൻറ്റീരിയൽ ഡിസൈനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. ഒരു കൊച്ചു ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റുക. റേറ്റ് കുറവിന് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തിട്ട് താമസിക്കാൻ പറ്റും. ഈ 20, 15, 20 ലക്ഷമൊന്നും മുടക്കാണ്ട് തന്നെ ചുരുങ്ങിയൊരു 5 ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഒക്കെ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തു കൂട്ടാം. ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും പിന്നെ അതേപോലെ പലതും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും.